ഹലോ വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്ലീനിങ് റുട്ടീന് വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ല അടുക്കും ചിട്ടയായിട്ട് എങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്, വീട് എങ്ങനെയാണ് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് പേർക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. മടി പിടിച്ചൊക്കെ ഇരിക്കുന്നവർക്ക് ഒരു മോട്ടിവേഷനും കൂടെ ആവട്ടെ. അപ്പോൾ രാവിലത്തെ കുക്കിങ്ങിൻ്റെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് സമയം എടുക്കുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരി മുട്ടക്കറിയായിരുന്നു. അതുപോലെ ലഞ്ചിന് വേണ്ടിയിട്ട് അവിയലും ബേബിക്കോൺ ഫ്രൈയും പോത്ത് വളർത്തിയതുകൊണ്ട്, അതുപോലെ തന്നെ പഴംപൊരി പാത്തുവിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ പാത്തു സ്കൂളിൽ പോയി, ദിനു ഓഫീസിൽ പോയി. അതിനുശേഷം വീട് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തികേടായിട്ടുണ്ട്. പക്ഷേങ്കിൽ ഒരുപാട് പണിയില്ല കേട്ടോ. അടുക്കളയിൽ മാത്രമാണ് എനിക്ക് കൂടുതലായിട്ടും ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ടൈം വേണ്ടി വരുന്നത്. കാരണം രാത്രിയിൽ ഞാൻ എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് അടുക്കളയിലെ പണി മാത്രമാണ് കൂടുതലായിട്ട് നമുക്ക് വരുന്നത്. അതുകൊണ്ട് അടുക്കള നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. പാത്രങ്ങളാണെങ്കിലും അപ്പോൾ ഞാൻ കഴുകി വെക്കാറുണ്ട്. എന്നാൽ പോലും നമുക്ക് ലാസ്റ്റ് വരുമ്പോഴത്തേക്കും അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ പാത്രങ്ങൾ കഴുകാനുണ്ട്. പിന്നെ ബെഡ്റൂമിൽ വരികയാണെങ്കിൽ ഈ ബെഡ്റൂം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തന്നെ അതിലത്ര ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. അത് നന്നായിട്ട് തന്നെയാണ്, അത്യാവശ്യം വൃത്തിയായിട്ട് ഇരിക്കുകയാണ്. പിന്നെ നമ്മുടെ ബെഡ്റൂമിലേക്ക് വന്നു കഴിയുമ്പോൾ പില്ലോയും ബെഡ്ഷീറ്റും എല്ലാം പലതായിട്ട് അടിക്കും. അതിപ്പോൾ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. രാവിലെ എല്ലാവരും ഓഫീസിലേക്കും സ്കൂളുകളിലേക്കും ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാവരുടെയും വീട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇനിയിപ്പം ഞാൻ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് തുടങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നലെ രാത്രി വിരിച്ചിട്ട തുണിയൊക്കെ ഉണങ്ങി കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് മടക്കി വെക്കണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് 1 മണിക്കൂർ കൊണ്ട് ക്ലീനിങ് പരിപാടികൾ തീർക്കാമെന്നാണ്. ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ ക്ലീനിങ്ങിൻ്റെ പണി എല്ലാം തീരും കേട്ടോ, നമ്മൾ ടൈം വേസ്റ്റ് ആക്കാതിരിക്കുകയാണെങ്കിൽ. അപ്പോൾ ആദ്യമേ ഞാൻ ചെയ്യുന്നത് തുണി കഴുകാനിടും. അപ്പോൾ ആ തുണി കഴുകി വരുന്ന 54 മിനിറ്റ് ഉണ്ടല്ലോ, ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ പണികൾ തീർക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് തുണികളും വിരിച്ചിടാം. അങ്ങനെ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് പാത്രങ്ങൾ കഴുകാനായിട്ട് തുടങ്ങും. അപ്പം അപ്പോൾ വെച്ച പാത്രങ്ങൾ കഴുകിയാൽ പോലും പിന്നെ നമ്മൾ ലാസ്റ്റ് വരുമ്പോഴത്തേക്കും എന്തായാലും കുറേ പാത്രങ്ങളുണ്ടാകും. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മടിയായി പോകും. അതുകൊണ്ട് ഞാൻ ആ പാത്രങ്ങളൊക്കെ അപ്പോൾ കഴുകി വെക്കുകയാണ്. പിന്നെ ഇത് സ്പോഞ്ച് വൈപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചൺ ക്ലീനിങ്ങിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ തുടയ്ക്കാനോ ടൈലയിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലൊക്കെ തുടയ്ക്കാനായിട്ടൊക്കെ നല്ല ബെസ്റ്റാണ് കേട്ടോ ഈ കിച്ചൺ ക്ലീനിങ്ങിനൊക്കെ ഈ ഒരു വൈപ്പ്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാൾ നമുക്കിത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അതുകൊണ്ട് തുടയ്ക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ആദ്യം ഞാൻ ജസ്റ്റ് കൗണ്ടർ ടോപ്പൊക്കെ കോളിനിട്ട് വേറൊരു തുണിയിട്ട് തുടയ്ക്കുകയാണ്. ലാസ്റ്റാണ് ഞാൻ വൈപ്പ് ഇട്ടിട്ടൊന്ന് തുടയ്ക്കുന്നത് കേട്ടോ. അങ്ങനെ കോളിനൊക്കെ ഇട്ട് കൗണ്ടർ ടോപ്പും അതുപോലെ ഓവനും അങ്ങനെ എല്ലാ ഭാഗവും ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കും. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഈ ഒരു കുക്കിങ് കടുകൊക്കെ പൊട്ടിച്ച് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എണ്ണയൊക്കെ എല്ലായിടത്തോട്ടും തെറിച്ച് പെട്ടെന്ന് നമ്മുടെ സ്റ്റൗവും അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന അവിടുത്തെ ആ കിച്ചണിൻ്റെ ടൈലുണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് വൃത്തികേടാകും. അതുകൊണ്ട് തന്നെ അന്നന്ന് നമ്മൾ ഇതൊക്കെ തുടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു പണി ഉണ്ടായിരിക്കില്ല. അതേസമയം നമ്മൾ ആഴ്ചയിൽ ഒന്നൊക്കെയാണെന്ന് വൃത്തിയാക്കാനായിട്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇരട്ടി സമയം ചിലവാക്കേണ്ടി വരും. കാരണം അത്രയ്ക്ക് പാടായിരിക്കും നമുക്ക് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ സ്റ്റൗവൊക്കെ ജസ്റ്റ് ഞാനൊന്ന് കോളിനിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ സ്പോഞ്ച് വൈപ്പ് ഇട്ടൊന്ന് വൃത്തിയാക്കി എടുക്കും. അതിനുശേഷം പിന്നെ ഞാൻ ടൈല് സ്ക്രബ്ബർ ഇട്ടൊന്ന് ഉരയ്ക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ ആഴ്ചയിൽ ഒന്നൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കുക്കിംഗ് കഴിയുന്ന ഉടനെ ഒരു വെറ്റായിട്ടുള്ള ഒരു തുണി ഇട്ടിട്ട് തുടച്ചെടുക്കാറാണ് പതിവ്. ഇപ്പം ഞാൻ സ്ക്രബ്ബർ ഇട്ടിട്ടൊന്ന് ഉരയ്ക്കുകയാണ്. കാരണം എണ്ണയുടെയൊക്കെ അംശം നന്നായിട്ട് അതിലുണ്ട്. അതിനുശേഷം നനഞ്ഞൊരു തുണിയിട്ട് തുടച്ച് മാറ്റുകയാണ്. അങ്ങനെ 2-3 വട്ടം ഇങ്ങനെ തുടച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ടൈലൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കും. അതിനുശേഷം എല്ലാവരും ചെയ്യാൻ മറന്നു പോകുന്ന ഒരു കാര്യമാണ് സ്റ്റൗ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് അതിൻ്റെ അടി ഒന്ന് തുടയ്ക്കാനായിട്ട്. തീർച്ചയായിട്ടും അതിൻ്റെ അടിയിൽ നല്ലപോലെ അഴുക്കുണ്ടാകും. അങ്ങനെ ചെയ്യാത്തവർക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അതങ്ങനെ ആഴ്ചയിൽ ഒന്നെങ്കിലും ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. എന്നും ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിടക്കും കേട്ടോ. അതിനുശേഷം പിന്നെ സിങ്ക് ഞാനൊന്ന് ക്ലീൻ ചെയ്യാൻ പോകണം. ഇതാണെങ്കിലും ഞാൻ എല്ലാ ദിവസവും സിങ്ക് ക്ലീൻ ചെയ്യുന്നതാണ്. എന്നാൽ പോലും ഇടയ്ക്കൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്യണം. അതിനായിട്ട് ഞാൻ കുറച്ച് സോഡാപ്പൊടിയും വിനീഗറും അതുപോലെ പ്രില്ലും കൂടി ഇട്ടിട്ട് ആ ഒരു ലിക്വിഡ് വെച്ചിട്ടാട്ടോ ഇപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ആ പാത്രങ്ങൾ കഴുകുമ്പോൾ ആ ടൈലിലേക്കും തെറിക്കും. അപ്പോൾ ആ ടൈലൊക്കെ ആണെങ്കിലും ഞാനൊന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ്ബർ വെച്ചിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം ഞാനൊരു സ്ക്രബ്ബർ മാറ്റി വെച്ചേക്കാണ്. ഇങ്ങനെ ഈ സിങ്കും അതുപോലെ ടൈലും ഒക്കെ ഒന്ന് കഴുകാനായിട്ട്. അത് നന്നായിട്ട്
തേച്ചൊരച്ച് കഴുകി അതിനുശേഷം നമ്മൾ വൈപ്പിട്ടൊന്ന് തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മാത്രമേ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതേസമയം വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് വീണ്ടും അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ നമുക്കൊരു വെള്ള പാണ്ട് പിടിച്ചിരിക്കുന്നത് പോലെ തോന്നും. അങ്ങനെ സിങ്കൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ വൈപ്പിട്ട് കിച്ചൺ ഫുള്ളായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കിച്ചൻ്റെ ക്ലീനിങ് അത്യാവശ്യം നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കിച്ചണൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് പൊതുവെ കൗണ്ടർ ടോപ്പിൽ ഒരുപാട് പാത്രങ്ങളൊന്നും ഇങ്ങനെ വെച്ചിരിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്ത ഭക്ഷണങ്ങൾ മാത്രമാണ് ഒരു കൊച്ചു കൊച്ചു പാത്രങ്ങളിലൊക്കെ അടച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ കിച്ചൺ ക്ലീനിങ് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമേ ഞാൻ ഡൈനിങ് ടേബിളാണൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോവുക. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ എല്ലാവരും ഇന്ന് കഴിക്കുന്നതായതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ അംശം അതിലുണ്ടാവും. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് മാറ്റണം. എന്നിട്ട് ജഗ്ഗിൽ വെള്ളം ഒഴിച്ച് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഡൈനിങ് ടേബിൾ വൃത്തിയായി. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഡസ്റ്റിങ്ങിലേക്ക് പോകും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുണ്ട്. അപ്പോൾ എന്നും തുടച്ചില്ലെങ്കിൽ അതിൻ്റെതായ വ്യത്യാസം നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഈ ഡസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മാസ്ക് ഉപയോഗിക്കാം. അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഡസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാ റൂമിലും പോയി ഡസ്റ്റിംഗ് ഒക്കെ നടത്തി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വന്നിട്ട് സോഫയിൽ പാത്തു രാവിലെ കിടന്ന ഷീറ്റ് ഉണ്ടായിരുന്നു, അവളുടെ മേക്കപ്പ് ബോക്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. അതുപോലെ കുഷ്യനാണെങ്കിലും അതിൻ്റെ സ്ഥാനത്ത് വെച്ചു. തട്ടിക്കുടഞ്ഞായിരുന്നു കേട്ടോ സോഫ. അങ്ങനെ സോഫയും ഒക്കെ വൃത്തിയാക്കി ഹാളൊക്കെ വൃത്തിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ബെഡ്റൂമിലേക്ക് വന്നു. ബെഡ്ഷീറ്റ് മാറ്റിയിടുകയാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ക്ലീനിങ്ങിനൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക, ഷീറ്റ് മാറ്റുക, ഏതെങ്കിലും ഇരിക്കുന്ന സാധനങ്ങൾ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ചേഞ്ച് ഫീൽ ചെയ്യും. അതുപോലെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ക്ലീൻ ചെയ്യുന്ന സമയത്ത്. പിന്നെ അടുത്ത ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഉണങ്ങിക്കിടക്കുന്ന തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും മടിയുള്ള കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും തുണിമടക്കായിരിക്കും. അതായിരിക്കും നമ്മൾ വേണ്ടാന്ന് വെച്ച് മാറ്റി വെക്കുന്ന ഒരു ജോലി. അന്നന്ന് ജോലി തീർക്കുകയാണെങ്കിൽ ഒരുപാട് വലിയ ബുദ്ധിമുട്ട് നമുക്കുണ്ടാകില്ല. അപ്പോൾ എനിക്ക് ഇന്ന് ബെഡ്ഷീറ്റ് മാത്രമേ മടക്കാനായിട്ടുള്ളൂ. ബാക്കി തുണിയൊക്കെ ഞാൻ തലേന്ന് തന്നെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഷീറ്റിൻ്റെ കൂടത്തിൽ തന്നെ ബെഡ്ഷീറ്റ് മടക്കുമ്പോൾ അതിനകത്ത് തന്നെ പില്ലോ കവർ വെച്ചിട്ടാട്ടോ ഞാൻ മടക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ പില്ലോ കവർ അന്വേഷിച്ച് നടക്കേണ്ടി വരും. ഇതാകുമ്പം രണ്ടും ഒരുമിച്ച് അവിടെ ഇരുന്നോളും. നമുക്ക് എടുത്ത് വിരിക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് തപ്പി നടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തുണിയെല്ലാം ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ഷീറ്റല്ലേ ഉള്ളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യം തൊട്ട് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും പ്ലാന്റ്സ് ഒക്കെ പുതിയത് വന്നിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ ഇത് ഇസഡ് പ്ലാന്റ് ആണ്. അപ്പം അതിൻ്റെ ലീഫൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യുകയാണ്. അപ്പം നല്ല ഗ്ലേസിങ്ങോടുകൂടി അതിൻ്റെ ലീഫ് ഇരിക്കും. അതുകൊണ്ട് തന്നെ ആ ലീഫ് എല്ലാം നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം തൂത്തുവാരി തുടയ്ക്കാനായിട്ടാണുള്ളത്. അപ്പം ഞാൻ തൂത്തുവാരാനായിട്ട് തുടങ്ങി. അപ്പം ഞാൻ ആദ്യമേ തന്നെ പറയാം, നമുക്കിങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ബോറടി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്ലീനിങ് ചെയ്യാം. അപ്പം ഞാൻ ചെയ്യുന്നത് സാധാരണ പാട്ട് കേട്ടുകൊണ്ട് ക്ലീൻ ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ആരുടെയും വീഡിയോസ് കാണണമെങ്കിലോ അല്ലെങ്കിൽ പാട്ട് കേൾക്കണമെങ്കിലോ സിനിമ വെക്കണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നിങ്ങൾ ക്ലീനിങ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സമയം പോകുന്നത് അറിയില്ല. അത് മാത്രമല്ല, ഒരു ടൈം വെച്ചിട്ട് ആ ടൈമിനുള്ളിൽ തീർക്കാനായിട്ടും ശ്രമിക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറേ അധികം സമയം ഒരു ദിവസം ലാഭിക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഈ 1 മണിക്കൂർ ടാർഗറ്റ് വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്ലീനിങ് പരിപാടികളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേക്കും ആ 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ തീർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ല രീതിയിൽ സ്പീഡിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. നമ്മുടെ വീടായതുകൊണ്ട് തന്നെ നമ്മൾ സ്പീഡിൽ ചെയ്താലും നല്ല രീതിയിൽ തന്നെ ചെയ്യണം. അപ്പോൾ മാത്രമേ നല്ല വൃത്തിയായിട്ട് കിടക്കത്തുള്ളൂ. ഇങ്ങനെ ഡെയിലി നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും വലിയൊരു ബർഡൻ വരത്തില്ല. സാധാരണ എല്ലാവരും വീക്കെൻഡിൽ ക്ലീൻ ചെയ്യാനിരിക്കുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വരിക. അപ്പോൾ എൻ്റെ ക്ലീനിങ് അടിച്ചുവാരലും തുടയ്ക്കലും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും തുണിയാണെങ്കിലും കഴുകി കഴിഞ്ഞു. അവസാനം ഞാൻ തുണിയും കൂടെ ഒന്ന് വിരിച്ചിടുകയാണ്. ഇനിയിപ്പോൾ അത് അവിടെ കിടന്നൊന്ന് ഉണങ്ങണം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറ്. ഇനിയിപ്പോൾ ബാത്റൂം ക്ലീനിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് കുളിക്കാൻ കയറുമ്പോഴാണ് ബാത്റൂം ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അല്ലാത്ത സമയത്ത് ഞാൻ ബാത്റൂം ക്ലീൻ ചെയ്യാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് എനിക്ക് തരാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ കൂടി അറിയിക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജും ഫേസ്ബുക്കിൻ്റെ പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.